ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഇട്ടതാണ്. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോഴേക്ക് ഇഞ്ചി ഒന്ന് കുതിർന്നിട്ട് നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ ഇവിടെ പിച്ചാത്തിയല്ല കേട്ടോ എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്യാനായിട്ട്. സ്പൂണാണ്. സ്പൂൺ കൊണ്ട് ഇഞ്ചി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൈയൊന്നും മുറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അഴുക്കെല്ലാം പോകും കേട്ടോ. ഈ തൊലിയും ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ എല്ലാം ഈ സ്പൂൺ കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ പോകും കേട്ടോ. എന്നിട്ട് അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ നമ്മൾ നല്ലതുപോലെ ഈ ഇഞ്ചി ഒന്ന് കഴുകും. എന്നിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോഴാണ് കോഴിയുടെ ഭയങ്കര ബഹളം കേട്ടത് കേട്ടോ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കോഴി ഭയങ്കര ബഹളമായിരുന്നേ. അപ്പോൾ ഇവിടെ ഓന്ത് വന്നാലും ഉടുമ്പ് വന്നാലും പിന്നെ ഈ നീർനായയില്ലേ, കഴുന്നേന്ന് പറയും ഞങ്ങൾ. അപ്പോൾ അത് വന്നാലും കോഴി നല്ല ബഹളമായിരിക്കും. അപ്പം നമുക്കറിയാൻ പറ്റും എന്തോ സാധനത്തിനെ കണ്ടിട്ടാണ് കോഴി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോഴുണ്ടല്ലോ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ കണ്ടോ ഒരു പാമ്പ്, വലിയ പാമ്പ്. ഈ പാമ്പിൻ്റെ പേരെന്തെന്നാണെന്നോ? ചേരയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇവനാണെങ്കിലേ വലയിൽ കുരുങ്ങിപ്പോയി. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വല വയറിൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് കുരുങ്ങിപ്പോയി. അതുകൊണ്ട് ഇവന് പോകാനും പറ്റണില്ല. പക്ഷേ വല ഒന്ന് പൊക്കിയൊക്കെ കൊടുത്തിട്ട് ഇവൻ സഹകരിക്കുന്നുണ്ട്. പക്ഷേ പിന്നെയും ഇതിനകത്ത് പെട്ട് പോവുക ഇവൻ. പിന്നെ അടുത്ത വീട്ടിലെ ഒരു ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് വല മുറിച്ച് മാറ്റിയിട്ട് പാമ്പിനെ രക്ഷപ്പെടുത്തി വിട്ട്. അപ്പോൾ ഈ കാഴ്ച ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത്. ചേരയാണിത്. വഴിയരികിലൊക്കെ കിടക്കുന്നത് കാണാം. അതിർത്തി ചേര എന്നാണ് ഇതിനെ പറയുന്നത്. നല്ല നീളമാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പാമ്പാണ്. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയിന്നേ കൊണ്ടാണ്. ആരോടെങ്കിലും സംസാരിക്കാൻ കോഴി നല്ല കൂവലായിരിക്കും. ഇല്ലില്ല, പട്ടിയാണെങ്കിലും കിടന്ന് ബഹളം ഉണ്ടാക്കത്തില്ലേ, അതുപോലെയാണ് കോഴിയുടെ കാര്യം. ഞാൻ പേടിച്ചു. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടാ ഞാൻ കോഴി കണ്ടിട്ടുണ്ടാവും, പക്ഷേ പെട്ടല്ലാടി. വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവനെ കളിക്കണത് ഇല്ല, ഇവനോടൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഉണ്ടല്ലോ